ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2.4 മെമ്പറൈൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള പോർഷനിൽ 2.4 നിങ്ങൾക്ക് മെമ്പറൈൻ്റെ ഔട്ടറായിട്ട് കാണുന്ന മൈക്രോവില്ലെ ആൻഡ് സെൽ കോട്ട് എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് കാണാം. അതിലെ സെൽ കോട്ട് എന്ന ആസ്പെക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ആനിമൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രൊട്ടക്റ്റഡ് വിത്ത് എ സെൽ വാൾ അല്ലേ. പ്ലാന്റ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ പ്ലാസ്മ മെമ്പറൈന് മുകളിലായിട്ട് പുറത്തെ സൈഡിൽ എന്ത് കാണാം, സെൽ വാൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആനിമൽ സെല്ലിൻ്റെ കേസിൽ സെൽ വാൾ ഇല്ല എന്ന വസ്തുത നിങ്ങൾക്കറിയാം. അറ്റ് ദ സെയിം ടൈം പ്ലാസ്മ മെമ്പറൈൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കമ്പോണൻ്റാണ് സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഗ്ലൈക്കോ കാലിക്സ് എന്ന പേര് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലെ മെയിൻ കമ്പോണൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സെൽ കോട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പം ആനിമൽ സെൽസിലാണ് ഈ ഒരു കമ്പോണൻ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ സർഫസിൽ ഞാൻ പറഞ്ഞു സെൽ വാളിന് പകരമായിട്ട് ആനിമൽ സെൽസിൽ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇൻ അഡീഷൻ ടു ദാറ്റ് അഡീഷണൽ ഫങ്ഷൻസ് ആർ ഓൾസോ ദർ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പം പ്ലാസ്മ മെമ്പറിൻ്റെ പുറത്തായിട്ട് കാണുന്ന ഒരു ഔട്ടർ കവറിങ് ആണ് ആക്ച്വലി ഈ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത്. ഇത് ആരാ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എൻവയോൺമെൻ്റ് അല്ല ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത്, മറിച്ച് എവിടെ നിന്നാണ്, സെല്ലിൻ്റെ അകത്ത് നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള കമ്പോണൻസ് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പ്ലാസ്മ മെമ്പറൈൻ ത്രൂ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഈ ഒരു ഗ്ലൈക്കോ കാലിക്സിൻ്റെ കമ്പോണൻറ്റിൻ്റെ സിന്തസിസ് ആൻഡ് അസംബ്ലിയിൽ മെയിൻ റോൾ വഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് സെൽ ഓർഗനലസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ. പ്രോട്ടീൻ സിന്തസിസിൽ മെയിനായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന ആൾ. അപ്പം ആ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ എന്തുണ്ട്, റൈബോസോം ഉണ്ട്. അതിൽ റൈബോസോം എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ഈ പ്രോട്ടീനിലേക്ക് ആര് ആഡ് ചെയ്യപ്പെടുന്നു, കാർബോഹൈഡ്രേറ്റ് ലിങ്ക് ചെയ്യപ്പെടുന്നു. ഈ ലിങ്കിങ് നടക്കുന്ന എവിടെയാണ് നിങ്ങൾക്കറിയാം, അതിൻ്റെ പണിയെടുക്കുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് എന്നുള്ളത്. അപ്പം ഗോൾഗി കോംപ്ലക്സിൽ വെച്ചിട്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും തമ്മിൽ ആഡ് ചെയ്യപ്പെടുന്നു. ഇതാണ് എക്സോസൈറ്റോസിസ് വഴി എന്ത് ചെയ്യുന്നത്, പ്ലാസ്മ മെമ്പറൈൻ്റെ പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും അങ്ങനെ ഗ്ലൈക്കോ കാലിക്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പം സെൽ ഓർഗനൽസ് മെയിനായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത് റൈബോസോം ഓഫ് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇനി ലിപ്പോ ഉണ്ട്, അത് ഗ്ലൈക്കോ ലിപ്പിഡ്സും ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് വരും. അപ്പോൾ ആ റോളിൽ ആര് വരും, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും അതുപോലെ തന്നെ ഗോൾഗി കോംപ്ലക്സും ഈ ഒരു റോള് വഹിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം ഇങ്ങനെ ഇത്തരം സെൽ ഓർഗനലസ് ആണ് ഈ ഒരു ഗ്ലൈക്കോ കാലിക്സിൻ്റെ സിന്തസൈസിൽ മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള സെൽ ഓർഗനലസ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലൈക്കോ കാലിക്സിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ പ്രൊട്ടക്റ്റീവ് കവറിങ് ദാറ്റ് ഈസ് ഫൗണ്ട് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ ഓഫ് ആനിമൽ സെൽ വിച്ച് ഈസ് ആക്ച്വലി ഫോംഡ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. അതാണ് ഗ്ലൈക്കോ കാലിക്സിനെ കുറിച്ചൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് or protective material outside the plasma membrane of animal cell which is composed of glycoprotein and glycolipids. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്താ പറയാം, the organelles involved in the secretion of glycocalyx are ribosomes of endoplasmic reticulum, then സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ദെൻ ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സിന് എന്ത് റോളാണ്, ലിപ്പിഡിൻ്റെയും പ്രോട്ടീൻ്റെയും മുകളിലേക്ക് ആരെ അറ്റാച്ച് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്സിനെ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് പോളിസാക്രൈഡ് അല്ല, മറിച്ച് ഒലിഗോസാക്രൈഡ് കമ്പോണൻ്റ് ആയിരിക്കും അവിടെ മെയിനായിട്ട് ഉണ്ടാവുക. കുറച്ചും കൂടെ ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് മൊയിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഭയങ്കര ലാർജ് സൈസ്ഡായിട്ടുള്ള പോളിസാക്രൈഡ്സ് അല്ല, ഒലിഗോസാക്രൈഡ്സ് ആണ് ഉണ്ടാവുക. ഇനി ഈ ഒരു കമ്പോണൻസിൽ ഒരു മെയിൻ കമ്പോണൻ്റാണ് സിയാലിക് ആസിഡ്. ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ് മെമ്പറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സിയാലിക് ആസിഡ് ഇൻഫ്ലുവൻസ വൈറസിൻ്റെ കേസിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തതാണ്. അപ്പം ഈ സിയാലിക് ആസിഡ് ടെർമിനസ് ഈ പറയുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ഗ്ലൈക്കോ ലിപ്പിഡ്സിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സിയാലിക് ആസിഡിന് നെഗറ്റീവ് ചാർജാണ്. അപ്പം
എന്ത് സംഭവിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോഡിയവും കാൽസ്യവും ഒക്കെ ഇതുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടും എന്ന വസ്തുതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. സോ ബിയോണ്ട് ദ സെൽ കോട്ട് ഓഫ് മെനി സെൽസ് ഹൗവർ ദർ ഈസ് എ സെപ്പറേറ്റ് ഫസി ലെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ കോട്ടിന് പുറത്തേക്കും നമുക്കൊരു ചെറിയൊരു ലെയറും കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഫസി ലെയർ എന്നാണ് അതിൻ്റെ ഒരു അപ്പിയറൻസിൽ നമുക്ക് പേര് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം വിച്ച് ഈസ് പ്രിൻസിപ്പലി മെയ്ഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ആരെ സെക്രീറ്റ് ചെയ്യുന്ന? സെല്ല് തന്നെയാണ്. ഓക്കെ. ഒരിക്കലും പുറത്തു നിന്നുള്ള കമ്പോണൻ്റ് അല്ല ഈ ഗ്ലൈക്കോ കാലക്സിൻ്റെ പാർട്ട് എന്ന് പറയും. ഇപ്പം ഗ്ലൈക്കോ കാലക്സിന് പുറത്തേക്കും കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ഒരു ഫസി ലെയർ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് വസ്തുതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സോ 2 layers ആർ വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് സ്റ്റെയിനിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റോ വെച്ചിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദിസ് കാർബോഹൈഡ്രേറ്റ് ലെയർ. ഓക്കെ. പിന്നെ ഇതിൻ്റെ തിക്നെസ്സിലേക്ക് പോകാം. ഗ്ലൈക്കോ കാലക്സിന് ജനറലി 10 to 20 നാനോമീറ്റർ തിക്നെസ് ആണുള്ളത്. ഓക്കെ. 10 to 20 നാനോമീറ്റർ തിക്നെസ്. ഈ പറയുന്ന വാല്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ഓർഗനൈസ് ഇൻവോൾവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ തിക്നെസ് എന്ന് പറയുന്നത് 10 to 20 നാനോമീറ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഔട്ടർ ഫോസ്ഫോലിപ്പിഡ് ലെയർ ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ. നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത് ബൈലെയർ ആണ് അല്ലേ. ഇന്നർ കോറിൽ ഫാറ്റി ആസിഡ്സും പുറത്ത് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഹെഡും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം പുറത്തുള്ള അകത്തും പുറത്തും ഈ ഹെഡ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം പുറത്തുള്ള ഹെഡ് ഗ്രൂപ്പുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഗ്ലൈക്കോ കാലിക്സിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇൻ സം കേസസ് sometimes take the case of amoeba, it is formed of fine filaments which are 5 to 8 nanometer thick and 100 to 200 nanometer long. Okay, thickness. Okay, and it's actually covering the entire length എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ അമീബയുടെ കേസിൽ ആ സ്പെസിഫിക്കേഷൻ നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ദെൻ സെൽ കോട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രിഡോമിനൻ്റ്ലി ഒലിഗോസാക്കറൈഡ്സ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദേ റിമെയിൻ കോവാലൻ്റ്ലി കോംപ്ലക്സ്ഡ് വിത്ത് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആൻഡ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. അപ്പോൾ നിങ്ങൾ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മൊയിറ്റീനെ കുറിച്ചും അല്ലേ മെംബ്രെയിൻ മോളിക്കുലാർ ഓർഗനൈസേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ 3 കമ്പോണൻറ്റും ഡിസ്കസ് ചെയ്തതാണ്. പ്രോട്ടീൻ പറഞ്ഞു, ലിപ്പിഡ് പറഞ്ഞു, പിന്നെ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത്, അത് ഐദർ ലിപ്പിഡുമായിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീനുമായിട്ടോ അസോസിയേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത്. അപ്പം മെംബ്രെയിനിൽ തന്നെ ഉള്ള പ്രോട്ടീനുമായിട്ടും ലിപ്പിഡുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്ലൈക്കോ കാലിക്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്ലൈക്കോ കാലിക്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജനും എന്താണ്, ഗ്ലൈക്കോ കാലിക്സിൻ്റെ പാർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പം പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീനും, ലിപ്പിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലിപ്പോ പ്രോട്ടീനുമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാം. സോ ദാറ്റ്സ് വാട്ട് here. The cell coat is generally considered to be equivalent to the oligosaccharide side chains of glycolipid, transmembrane glycoprotein and transmembrane proteoglycan that stick out from the outer leaflet of plasma membrane. outer leaflet എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് 2 ലെയറായിട്ടാണ് പ്ലാസ്മ മെംബ്രെയിനിലെ ലിപ്പിഡ് ബൈലെയർ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കാണാം. അപ്പോൾ അത് ഔട്ടർ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉള്ളത്. ഇവിടെ സൈറ്റോപ്ലാസം ഉണ്ടെങ്കിൽ ഔട്ടർ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഫോസ്ഫോലിപ്പിഡ് ലെയറിനെയാണ് നമ്മൾ ഔട്ടർ ലീഫ്ലെറ്റ് എന്ന് പറയാം. ഇവിടെ 2 വാക്ക് നമ്മൾ ഉപയോഗിച്ചു, ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് പ്രോട്ടിയോഗ്ലൈക്കാൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആലോചിക്കേണ്ട വിഷയം ഏത് വാക്കാണോ ആദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലൈക്കോ ആണ് ആദ്യം വന്നത്, ഇവിടെ പ്രോട്ടിയോ ആണ് ആദ്യം വന്നത്. ആ ഒരു കമ്പോണൻ്റ് ആയിരിക്കും കുറവുണ്ടാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീനിലേക്ക് കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യപ്പെട്ടതാണ്. ഇനി പ്രോട്ടിയോഗ്ലൈക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു മേജർ കാർബോഹൈഡ്രേറ്റ് മോയിറ്റിയിലേക്ക് ഒരു ചെറിയ പെപ്റ്റൈഡ് ആഡ് ചെയ്തതാണ് പ്രോട്ടിയോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. അപ്പം ഏത് കമ്പോണൻ്റ് ആണോ പേര് ആദ്യം മെൻഷൻ ചെയ്തേക്കുന്നത് അവരാണ് കുറഞ്ഞ കോൺസെൻട്രേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ ഉള്ളത്, കോംപ്ലക്സിലുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് പ്രോട്ടിയോഗ്ലൈക്കാനും ഗ്ലൈക്കോ പ്രോട്ടീനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ട്
നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പി, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലൈക്കോകാലിക്സ് ലെയർ ആൻഡ് ഫസി ലെയർ എന്നുള്ളത് പറഞ്ഞു. അതിന് നിങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ലന്താനം ഓർ റുത്തീനിയം. ഓക്കെ, റുത്തീനിയം റെഡോ അല്ലെങ്കിൽ ലന്താനോ ചേർത്ത് കോട്ട് ചെയ്തതിന് ശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ക്ലിയർലി ദിസ് പെർട്ടിക്കുലർ ലെയർ അണ്ടർ ദി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പം സ്റ്റെയിനിങ് പ്രൊസീജിയർ ലൈറ്റ് മൈക്രോസ്കോപ്പിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും എങ്ങനെയാണ് വ്യത്യസ്തം എന്നുള്ളത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഈ പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റ് ഓർത്താൽ മതി. നിങ്ങൾ ആൽഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഓർക്കാം. ഓക്കെ, പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റ് ഓർക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് ഇത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റാണ് PAS എന്ന് പറയുന്നത്. ഓക്കെ, സോ PAS വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഓർ ഈസിലി ഡിസ്റ്റിംഗ്വിഷ് ദിസ് പെർട്ടിക്കുലർ ഗ്ലൈക്കോകാലിക്സ് ലെയർ ഇൻക്ലൂഡിംഗ് ഫസി ലെയർ above the plasma membrane under the light microscope. Electron microscope ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ഐദർ ലന്താനം ഓർ റുത്തീനിയം കോട്ടിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? Now the strength of the coat varies from cell to cell. അത് ഉറപ്പാണല്ലോ അല്ലേ? എന്താണോ ആ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ സെൽ കോട്ടിൻ്റെ സ്ട്രെങ്ത്തും തിക്നെസ്സും ഒക്കെ മാറും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്റ്റൈനിൽ കൂടെ ഫുഡ് ഡയറക്റ്റായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് അവിടെ ഇൻഡസ്റ്റൈനൽ വാൾസിനുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇൻഡസ്റ്റൈനൽ വാൾസിൻ്റെ ഗ്ലൈക്കോകാലിക്സ് ലെയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹയർ തിക്ക് ആൻഡ് ഇറ്റ് വിൽ ബി റെസിസ്റ്റൻസ് ടു വിയർ ആൻഡ് ടയർ. ഓക്കെ, എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതേസമയം അങ്ങനെ അല്ലാത്തൊരു ഫംഗ്ഷനുള്ള ഒരു റീജിയനിൽ, അങ്ങനെ ഹൈ സ്ട്രെസ് ഇല്ലാത്ത വെയർ ആൻഡ് ടയർ ഇല്ലാത്ത ഒരു റീജിയനിൽ ദ തിക്നെസ് വിൽ ബി കമ്പാരിറ്റീവ്ലി സ്മോളർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സോ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ സെൽ പെർഫോംസ്, അല്ലെ ഫംഗ്ഷൻ പെർഫോംസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് എൻസൈം വെച്ചിട്ട് ഈസിലി ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയേജൻസ് വെച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡിപ്പെൻസ് ഓൺ വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ഗ്ലൈക്കോകാലിക്സ് ആൻഡ് വിച്ച് ഡിപ്പെൻസ് ഓൺ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ. ഓക്കെ, സോ ഓൺ ഡെപ്ലീഷൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അത് പോയി അല്ലെങ്കിൽ വേറെ ടയർ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്സ് വിൽ ബി ഡീജനറേറ്റ്. അങ്ങനെ ഡീജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടണം ആ ഒരു പെർട്ടിക്കുലർ ലെയർ. അപ്പം മിസ്സാവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സെല്ലിൻ്റെ അകത്ത് നിന്ന് ഈ സെക്രീഷൻ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ ബൈ സെക്രേറ്റിംഗ് ഫ്രം ഇൻസൈഡ് ഓഫ് ദി സെൽ എന്നുള്ളത് ഓർമ്മിക്കാം. ഓക്കെ, കണ്ടിന്യൂസ് സെക്രീഷൻ എപ്പോഴും ഉണ്ടാവും. എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോഴൊക്കെ സെക്രീഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ബയോസിന്തസിസ് ടേക്സ് പ്ലേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റൈബോസോമിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുമാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ് മോയിറ്റി എൻട്രി ചെയ്യുന്നത് ഗോൾഗി കോംപ്ലക്സിൽ വെച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ്സ് ആക്ച്വലി എ സെക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് ദ സെൽ ഇറ്റ് സെൽഫ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സെക്രീറ്ററി ഫംഗ്ഷനുള്ള സെൽസിൽ നമുക്കല്ലേ പറയുന്നതാണ്. സെക്രീറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയുന്നതാണ് അവിടെ ഗോൾഗി കോംപ്ലക്സ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വളരെ റിച്ച് ആയിരിക്കും. കാരണം സെക്രീറ്ററി ഫംഗ്ഷനുള്ള സെൽ ഓർഗനൽസ് അതാണ്. ഇനി ഹൈ എനർജി റിക്വയറിങ് ആണെങ്കിൽ അവിടെ ഏത് സെൽ ഓർഗനൽസ് ആയിരിക്കും കൂടുതലുണ്ടാവുക? മൈറ്റോകോൺട്രിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സെല്ല് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ വെച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് സെൽ ഓർഗനൽസ് ഏതാണോ കൂടുതൽ ഏതാണോ കുറവ് എന്നതിൻ്റെ ബേസിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു മസിൽ സെല്ല് നിങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഒബ്സർവ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ മൈറ്റോകോൺട്രിയ വളരെ അധികമായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺട്രാക്ഷൻ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്യാരി ചെയ്യാൻ നല്ല എനർജി റിക്വയർമെൻറ്റ് ആവശ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും മൈറ്റോകോൺട്രിയയുടെ നമ്പറും ഡിസ്ട്രിബ്യൂഷനും ഭയങ്കര അധികമായിരിക്കും. അതേസമയം ഒരു ഗ്ലാൻഡിൻ്റെ സെല്ല് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനർജി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം ടു മെയിൻറ്റെയിൻ ദ സെൽ ലൈഫ് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഹൈ എനർജി റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല. അതേസമയം അവിടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എൻസൈംസോ അല്ലെങ്കിൽ ഹോർമോൺസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസസോ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മ്യൂക്കോസോ എന്തോ ആയിക്കോട്ടെ, അത് സെക്രീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സെക്രീറ്ററി ഫംഗ്ഷനിലെടുത്ത് ഗോൾഗി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും വളരെ അധികമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് സെക്രീറ്ററി ഫംഗ്ഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ്, സെക്രീറ്ററി ആണ് ഈ പറയുന്ന സെൽ കോട്ട് എന്നുള്ളത് പറയുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും ഗോൾഗി കോംപ്ലക്സും ഒക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ കൂടെ പറഞ്ഞതെന്നേ ഉള്ളൂ, എൻ്റെ പാർട്ടല്ല. സെൽ ഓർഗനൽസിൻ്റെ അബണ്ടൻസ് ബേസ് ചെയ്തിട്ട് സെല്ലിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർമ്മയിലുണ്ടാവുക. കാരണം നെറ്റിനൊക്കെ
വായിക്കുമ്പോൾ ഒരു സെല്ലിൻ്റെ ഫീച്ചർ തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദാറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ഗ്ലൈക്കോകാലിക്സ് എന്നുള്ളത്. വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി ഫങ്ഷൻസ് ഓഫ് ഗ്ലൈക്കോകാലിക്സ്. ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവിടെ ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ കോട്ട? One second. ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾ മെമ്പറൈൻ വരക്കൂലേ, മെമ്പറൈൻ ഇതുപോലത്തെ ഒരു മെമ്പറൈൻ സ്ട്രക്ചർ നിങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട് മെമ്പറൈൻ സ്ട്രക്ചർ മോഡൽസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോഴും ഇത് എന്താണ്, പാർട്ട് ഓഫ് ഗ്ലൈക്കോകാലിക്സ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു കാർബോഹൈഡ്രേറ്റ് മോയിറ്റി എന്ന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീനാണ്. അപ്പം അതേസമയം തന്നെ ഇതെന്താണ്, ഗ്ലൈക്കോകാലിക്സിൻ്റെ പാർട്ടാണ്. ഇവിടെ ലിപ്പോപ്രോട്ടീൻ നിങ്ങൾക്ക് കാണാൻ ഗ്ലൈക്കോലിപ്പിഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതും കാർബോഹൈഡ്രേറ്റ്. അല്ലാതെ ഫ്രീ ആയിട്ട് ഇവിടെ കാർബോഹൈഡ്രേറ്റ് കാണാം, അതും ഇതാണ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഗ്ലൈക്കോകാലിക്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ഗ്ലൈക്കോകാലിക്സ് അല്ലെങ്കിൽ സെൽ കോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ട ഫിഗർ ഇതാണ്, ഈ ഒരു കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിലുള്ള പ്രോട്ടീൻസ് ആണ് കൊളാജൻ, ഫൈബ്രോനെക്റ്റിൻ, ലാമിൻ എന്നൊക്കെ പറയുന്നത് അതിലുള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, പ്രോട്ടിയോഗ്ലൈക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്, പ്രോട്ടിയോഗ്ലൈക്കാൻസ് ആണ്. ഓക്കെ, ഇത് പോളിമർ അറ്റാച്ച് ചെയ്തേക്കാണ് പെപ്റ്റൈഡ് ചെയിനിലേക്ക്. ഒരുപാട് നിങ്ങൾക്കറിയാം, ഈ പിങ്കിൽ കാണുന്നതൊക്കെ എന്താണ്, അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ ഒരു നേരത്തെ വരയുണ്ടല്ലോ, ഒരു ബ്ലാക്ക് ലൈന് കാണുന്നില്ലേ ഇവിടെ, അപ്പം അത് മാത്രമാണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് പ്രോട്ടിയോഗ്ലൈക്കാൻ. പ്രോട്ടീൻ കുറവും ഗ്ലൈക്കാൻ കൂടുതലുമായിരിക്കും. അപ്പം ഈ ഒരു കമ്പോണൻസ് ഇത് ഷെയ്ഡല്ല എന്ന് മനസ്സിലാക്കുക. ഒരു ലൈൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, അതിലേക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ യൂണിറ്റ്സ് ആഡ് ചെയ്തേക്കുകയാണ്, മോണോസാക്കറൈഡ്സ് കുറേ ആഡ് ചെയ്തേക്കുകയാണ്. അപ്പം ഒരു ലൈനിൽ ഒലിഗോസാക്കറൈഡ് ഉണ്ട്, അങ്ങനെ കുറേ ലൈൻ ഇവിടെ കാണുന്നത് അതെന്താണ്, കുറേ ഒലിഗോസാക്കറൈഡ്സ് ആണ്. ഓക്കെ, പോളിസാക്കറൈഡ്സ് അല്ല. അപ്പം അതിലെ ഓരോ ഡോട്ടും എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് മോണോസാക്കറൈഡ്. അപ്പം അങ്ങനെയുള്ള കമ്പോണൻറ്റ് കുറേ ആഡ് ചെയ്ത് വെക്കുക. അപ്പം ഇതാണ് ഗ്ലൈക്കോകാലിക്സിൻ്റെ ഫിഗറായിട്ട് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇത് മെംബ്രെയിൻ ആണ്, ഇത് സൈറ്റോപ്ലാസം ആണ്, ഈ ബ്രൗൺ ആയിട്ട് കാണുന്നത്. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ വരക്കണം ഗ്ലൈക്കോകാലിക്സ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ. സോ ലെറ്റ് us മൂവ് ടു ദി ഫങ്ഷൻസ് ഓഫ് സെൽ കോട്ട. സെൽ കോട്ട പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ അല്ലേ പറഞ്ഞു ഓൾറെഡി, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സെൽ വാളിൻ്റെ ഒരു ടൈപ്പ്, സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റിനെയും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ ഫങ്ഷനായിട്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ വരുന്ന ഫങ്ഷൻസാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് ഫിൽട്രേഷനാണ്. നമുക്കറിയാം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം, അകത്തേക്കും പുറത്തേക്കും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ വെറുതെ ഒരു ഫ്ലോ അല്ലാതെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻ്റ് ആണ് അത് എന്നുള്ളത്. അപ്പം അതിൽ ഈ പറയുന്ന ഗ്ലൈക്കോകാലിക്സിന് ഒരു പ്രധാന റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് this particular glycocalyx. So extracellular coats are surrounded by many vertebrate capillaries. Especially the kidney glomerulus act as a filter to regulate the passage of molecules according to the size. ക്ലിയർ അല്ലേ? അപ്പം എന്ത് പോകണം എന്ത് പോകണ്ട സൈസ് വൈസ് അത് തീരുമാനിക്കുന്നത് ഗ്ലൈക്കോകാലിക്സ് ആണ്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ദ കിഡ്നി. അല്ലാത്ത ഇടങ്ങളിലും ഈ ഒരു പാസേജ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഗ്ലൈക്കോകാലിക്സിൻ്റെ ഒരു പ്രസൻസിൽ. നൗ ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്റ്റഡ് ആയിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തെ കമ്പോണൻറ്റും അകത്തെ കമ്പോണൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഈ പുറത്തുള്ള കമ്പോണൻറ്റും അകത്തുള്ള കമ്പോണൻറ്റും ഡിഫറൻ്റ് ആയിരിക്കുന്ന അതേ സമയം തന്നെ അതെന്ത് സൃഷ്ടിക്കുന്നുണ്ട്, പുറത്തൊരു മൈക്രോ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അകത്തും ഒരു മൈക്രോ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫ്രീ ഫ്ലോ ഇല്ലാണ്ടിരുന്നാൽ മാത്രമേ പുറത്തെയും അകത്തെയും മൈക്രോ എൻവയോൺമെൻറ്റ് എക്സാക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു മെയിൻ്റനൻസ് നടത്തുന്നത് പ്രസൻസ് ആണ്, ഗ്ലൈക്കോകാലിക്സിൻ്റെ പ്രസൻസ് ആണ്. സോ ഇറ്റ്സ് ക്രിയേറ്റ് എ മൈക്രോ എൻവയോൺമെൻറ്റ്സ് ഓഫ് ദി സെൽ. നമുക്കറിയാം അടുത്തത് ഇപ്പം എൻസൈംസ് ഉണ്ട് അല്ലേ? എൻസൈംസിൻ്റെ പ്രസൻസും ഈ ഗ്ലൈക്കോകാലിക്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻക്ലൂഡിങ് ഡൈജസ്റ്റീവ് എൻസൈംസ്. അത് ഗ്ലൈക്കോകാലിക്സിൻ്റെ പാർട്ടായിട്ട് കാണുന്ന പ്രോട്ടീൻ അത് എൻസൈംസ് ആവാം. ഓക്കെ, അപ്പോൾ ആ എൻസൈംസിൻ്റെ ഫങ്ഷൻ നോർമലി ഡൈജഷനോ എന്തോ ആയിക്കോട്ടെ. അപ്പം അത്
നടത്താനുള്ള ഒരു ഇടവും കൂടിയാണ് ഈ പറയുന്ന ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി പ്രൊവൈഡിങ് എൻസൈംസ് ഫോർ ദി ജനറൽ ആക്ടിവിറ്റീസ് ഓഫ് ദി സെൽ ഓർ ദി എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. നൗ ബയോളജിക്കൽ ബാരിയർ. എന്താ ബയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ കമ്പോണൻസിനെ അത് പാത്തോജൻ ആവാം ഇൻക്ലൂഡിങ് അതിനെ സെല്ലിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ബാരിയറായിട്ട് ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നതും ഗ്ലൈക്കോകാലിക്സ് ആണ്. സോ ഇറ്റ്സ് ആക്ട് ആസ് ദി ബയോളജിക്കൽ ബാരിയർ. അപ്പം ബയോളജിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി പ്രിവെൻറ്റ് ദ ഫ്രീ ഫ്ലോ ആസ് വെൽ ആസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദി പാത്തോജൻ. നൗ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ ഞങ്ങളോട് പറഞ്ഞു ABA ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ഗ്ലൈക്കോകാലിക്സ്. അപ്പം അതിലുള്ള ഒലിഗോസാക്കറൈഡ്സിനെയാണ് ഇമ്മ്യൂൺ സെൽസ് ആൻറ്റിജനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം സെൽഫായിട്ടുള്ള ആൻറ്റിജൻ ഇമ്മ്യൂൺ സെൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇനി പുറത്തുനിന്ന് ഒരു RBC വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൈക്കോകാലിക്സിലുള്ള ആൻറ്റിജൻ സെയിം അല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ്സ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ കൊയാഗുലേഷൻ നടക്കുന്നതും ഈ പറയുന്ന ഒരു ബേസ് കൊണ്ടാണ്. അപ്പം ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ എന്നും ഇറ്റ്സ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ഗ്ലൈക്കോകാലിക്സ്. അപ്പം ഗ്ലൈക്കോകാലിക്സ് തന്നെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നൗ സെലക്റ്റീവ് സ്റ്റിമുലേഷൻ. സോ ഒരു പെർട്ടിക്കുലർ ബൈൻഡിങ് പ്രോട്ടീൻസിലേക്ക് കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവാനും അല്ലാത്ത കമ്പോണൻസ് ബൈൻഡ് ചെയ്യാതിരിക്കാനും സെൽസ് സ്റ്റിമുലേറ്റഡ് ആവാതിരിക്കാനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗ്ലൈക്കോകാലിക്സിലുള്ള പ്രോട്ടീൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ സെലക്റ്റീവ് സ്റ്റിമുലേഷൻ. ചില ആൾക്കാർ വന്നാൽ മാത്രം മതി, പെപ്റ്റൈഡ് ഹോർമോൺസ് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രം മതി സ്റ്റിമുലേഷൻ നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ് സൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ബൈൻഡിങ് നടക്കുമ്പോൾ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷൻ നടക്കുന്നതും ഗ്ലൈക്കോകാലിക്സിൻ്റെ പാർട്ടായിട്ടുള്ള പ്രോട്ടീൻസ് ത്രൂ ആണ് എന്നത് മനസ്സിലാക്കുക. സെലക്റ്റീവ് സ്റ്റിമുലേഷൻ. അടുത്തത് സെൽ റെക്കഗ്നിഷൻ ആൻഡ് സെല്ലുലാർ അഡ്ഹഷൻ ആണ്. അപ്പം നമുക്കറിയാം സെൽ അഡ്ഹഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ പ്രോപ്പർട്ടി ഓഫ് എ സെൽ അല്ലേ. ഒരു ക്യാൻസർ സെല്ലിൻ്റെ പ്രോപ്പർട്ടി എന്താ? സെല്ല് വിട്ടു പോവുക എന്നുള്ളതാണ് അല്ലേ. അഡ്ഹസീവ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടാണ് സെല്ല് വിട്ടു പോകുന്നതും മെറ്റാസ്റ്റാസിസിലേക്ക് പോകുന്നതും. അപ്പോൾ രണ്ട് സെല്ല് ഒരേപോലെയുള്ള സെല്ല് അടുത്ത് വന്നു കഴിഞ്ഞാൽ, സെയിം ഫങ്ഷനുള്ള സെല്ല് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ക്ലോസ് ആയിട്ട് ഒന്നിച്ച് നിൽക്കണം. അങ്ങനെയാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ടിഷ്യൂ ഫോമേഷനിൽ സിമിലർ സെൽസ് പരസ്പരം റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, പരസ്പരം അഡ്ഹസീവായിട്ട് ഒന്നിച്ച് നിൽക്കണം. ഈ ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലൈക്കോകാലിക്സിൻ്റെ ഇതാണ്. അപ്പോൾ സിമിലർ സെൽസ് പരസ്പരം മനസ്സിലാക്കുന്നത് ഗ്ലൈക്കോകാലിക്സിലെ കോമ്പിനേഷൻ വഴിയാണ്. അതുപോലെ അവർക്ക് പരസ്പരം ഒട്ടിച്ച് ചേർന്ന് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുന്നതും ഗ്ലൈക്കോകാലിക്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ സെൽ അഡ്ഹഷൻ എന്ന് പറയുന്നതും സെൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നതും ഇതിൻ്റെ ഫംഗ്ഷനാണ്. സെൽ റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് സിമിലർ സെൽസിൻ്റെ റെക്കഗ്നിഷൻ വഴി ടിഷ്യൂ ഫോമേഷൻ നടക്കുന്നതാണ്. അല്ലാത്ത ആൻറ്റിജൻ ബേസ്ഡ് ആയിട്ട് ഫോറിൻ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഇതേ ഒരു സെൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നൗ എട്ടാമത്തെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈക്കോകാലിക്സിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ആ സെല്ല് എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നല്ല വെയർ ആൻഡ് ടിയർ ഉള്ളിടത്ത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഗ്ലൈക്കോകാലിക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതാണ് ലാസ്റ്റത്തെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് 2 വെയിറ്റേജിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 3 വെയിറ്റേജിന് 2 കൂടെ ചോദിക്കാം. മൈക്രോബിയൽ ആൻഡ് സെൽ കോട്ട്, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാനുള്ള കമ്പോണൻ്റ് അവിടെ ഉണ്ട്. അപ്പം ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കമ്പോണൻസ് കംപ്ലീറ്റ് വായിച്ച് പഠിക്കുക. അപ്പം ക്ലാസ് ഞാൻ തന്നേക്കുന്നത് നിങ്ങൾക്ക് അതിലുള്ള ഓരോ ലൈൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം ഇതാണ് ഗ്ലൈക്കോകാലിക്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ദിസ് കമ്പോണൻസ് ഇസ് ഇനഫ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ബാക്കി എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് CSGRൻ്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാം. സോ സി യു.